In this video, we are going to discuss about batch costing. ബാച്ച് കോസ്റ്റിംഗ് എന്താണെന്നും ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്നും ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതായത് കോസ്റ്റ് അസൈൻമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ്. അതെ, അപ്ലൈ ചെയ്യാറുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, ഇങ്ങനെയുള്ള കമ്പനീസാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അവരുടെ പ്രത്യേകത, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ യൂണിറ്റ് അല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ബാച്ചിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് അവരുടെ കോസ്റ്റ് അസൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ്. പിന്നീട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EBQ ആണ്. അതായത് ഒരു ബാച്ചിൽ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ യൂണിറ്റ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1000, 500, 10,000 ഒക്കെയാണ് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ വരികയാണ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് കണ്ടെത്തുന്നതാണ്. കാരണം അവർ എയിം ഇസ് ടു റെഡ്യൂസ് ആൻഡ് കൺട്രോൾ ദി കോസ്റ്റ്. അങ്ങനെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ, മിനിമൈസ് ചെയ്ത് നിർത്തണമെങ്കിൽ ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അധികമായി പ്രൊഡ്യൂസ് ചെയ്തുള്ള പ്രശ്നം, നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 24,000 യൂണിറ്റ്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ ആനുവൽ ഡിമാൻഡ് 24,000 യൂണിറ്റ്സ് ഉണ്ടെന്നും പറഞ്ഞ് 24,000 കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഇത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളും ബാക്കിയുള്ള റിസോഴ്സസ് എല്ലാം നമ്മൾ ആ സെയിം ടൈമിൽ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അത് കമ്പനിയുടെ കോസ്റ്റ് കൂട്ടാനായിട്ട് കാരണമാവും. അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പിന്നീട് ഇതെല്ലാം കൂടെ നമുക്ക് ഡിമാൻഡ് ഉണ്ടാകണമെന്നില്ല. 24,000 യൂണിറ്റ്സിനും ആ സെയിം ടൈമിൽ ഡിമാൻഡ് ഉണ്ടാകണമെന്നില്ല. നമ്മളത് സ്റ്റോർ ചെയ്യേണ്ടി വരും. പിന്നീട് ഇത് ഒബ്സലേറ്റ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്താണ് നമ്മൾ EBQ എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്ത് അറ്റ് എ ടൈം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രോബ്ലം സൊല്യൂഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾക്ക് ഈ EBQ കണ്ടെത്താനുള്ള ഫോർമുലാസൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്തെടുക്കാം. EBQ മീൻസ് ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബാച്ച് at one time in order to minimize the carrying cost and setting up cost. അപ്പോൾ അത് കണ്ടെത്താനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ √2AS ഡിവൈഡഡ് ബൈ C. A എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ആനുവൽ ഡിമാൻഡ്, ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇൻഡസ്ട്രിയുടെ ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 24,000 യൂണിറ്റ്സ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതാണ്. ചിലപ്പോൾ ക്വസ്റ്റനിൽ മന്ത്ലി ഡിമാൻഡ് തരും. അപ്പോൾ നിങ്ങൾ മറക്കാതെ അതിനെ കൺവേർട്ട് ചെയ്ത് ആനുവൽ ഡിമാൻഡിലോട്ട് കൊണ്ടുപോകണം. A മീൻസ് ദെൻ S ഇസ് ദ സെറ്റിംഗ് അപ്പ് കോസ്റ്റ്. അതായത് ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതിന് മുന്നോടിയായി നമ്മൾ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസാണ് സെറ്റിംഗ് അപ്പ് കോസ്റ്റ്. പെർ ബാച്ച്, ഒരു ബാച്ചിന് എത്ര ആവും എന്നുള്ളതാണ് എസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നീട് C മീൻസ് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇൻകർ ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസുകൾ, അതായത് മെറ്റീരിയൽ, ലേബർ, പിന്നീട് നമ്മൾ ഈ ഫണ്ട്, ലേബർ, ഓവർ ഹെഡ്സ്, പിന്നീട് നമ്മൾ ഈ ഫണ്ട് ഈ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളിത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേനെ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ആ ഫോർഗോൺ ഇൻട്രസ്റ്റിനെ നമ്മളൊരു എക്സ്പെൻസായിട്ട് കൺസിഡർ ചെയ്ത് ക്യാരിയിങ് കോസ്റ്റ് ആയിട്ടാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ചേരുന്നതാണ് C. സോ C മീൻസ് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഫോർ 1 ഇയർ ആണ് ക്യാരിയിങ് കോസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ. അപ്പോൾ അത് ചെയ്യുമ്പം ഈ ഫോർമുല യൂസ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? EBQ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഒരു വർഷത്തെ ആനുവൽ ഡിമാൻഡ് 24,000 യൂണിറ്റ്സ് ആയിരുന്നു. ഈ 24,000 ഒരുമിച്ചല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. EBQ തന്ന ആൻസർ എന്ന് പറയുന്നത് യു നീഡ് ടു പ്രൊഡ്യൂസ് ഓൺലി 3,600 യൂണിറ്റ്സ്. അത് EBQ ചെയ്തപ്പം നമുക്ക് കിട്ടിയത്, ഫോർ എക്സാമ്പിൾ വി ഗോട്ട് 3,600 യൂണിറ്റ്സ് എന്നാണ് EBQ കിട്ടിയത്. അതിൻ്റെ മീനിങ് എന്താ? 24,000 യൂണിറ്റ്സ് ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. വി നീഡ് ടു പ്രൊഡ്യൂസ് ഓൺലി ഹൗ മച്ച്? 3,600 യൂണിറ്റ്സ്. ഇതാണ് EBQ. പിന്നീട് അടുത്തത് EBQ കിട്ടിക്കഴിഞ്ഞു. ഈ 3,600 യൂണിറ്റ്സ് മാത്രം പോരല്ലോ, നമ്മുടെ ആനുവൽ ഡിമാൻഡ് 24,000 യൂണിറ്റാണ്. അപ്പോൾ ആദ്യം 3,600 പ്രൊഡ്യൂസ് ചെയ്യുക, പിന്നീട് ഒരു ഇൻ്റർവെലിന് ശേഷം വീണ്ടും 3,600 പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ എത്ര
ആവുന്നത് വരെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. 24,000 യൂണിറ്റ് ആവുന്നത് വരെ നമ്മൾ ഈ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫോർമുല ഇതാണ്. നമ്പർ ഓഫ് ബാച്ചസ് ടു ബി ഡൺ ഡ്യൂറിങ് ദി ഇയർ. എങ്കിൽ എത്ര ബാച്ച് 24,000 യൂണിറ്റിൽ എത്തിച്ചേരണമെങ്കിൽ ഇതുപോലെ എത്ര 3600 യൂണിറ്റ്സുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അത് കണ്ടെത്താനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ ആനുവൽ ഡിമാൻഡ് എത്രയാണ് ഞാൻ പറഞ്ഞത് 24,000 യൂണിറ്റ്സ് ആണ്. ഡിവൈഡഡ് ബൈ ഇ ബി ക്യു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു 3,600 യൂണിറ്റ്സ് എന്ന്. ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഇ ബി ക്യു, ദെൻ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് ബാച്ചസ് ടു ബി ഡൺ. അപ്പോൾ എത്ര ബാച്ച് വേണം? ഫോർ എക്സാമ്പിൾ വി ഗോട്ട് 6 ബാച്ചസ് എന്നാണ് വന്നെങ്കിൽ 3600 6 ടൈംസ് നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതാണ് നമ്പർ ഓഫ് ബാച്ചസ്. ഇനി അടുത്തത് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബാച്ചസ്. അതായത് ആദ്യം നമ്മൾ 3600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത്, പിന്നീട് കുറച്ച് ഇൻ്റർവലിന് ശേഷം അടുത്ത 3600, പിന്നീട് കുറച്ച് ഇൻ്റർവലിന് ശേഷം അടുത്ത 3600, അങ്ങനെ 24,000 ആകുമ്പോൾ നിർത്തും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് എന്താണ്? ആദ്യത്തെ 3600 പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എത്ര നാൾക്ക് ശേഷമാണ് അടുത്ത 3,600 പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് കണ്ടെത്തണമെങ്കിലുള്ള ഫോർമുലയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബാച്ചസ് വിൽ ബി നമ്പർ ഓഫ് മന്ത്സ് ഓർ ഡേയ്സ് ഇൻ ഇയർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നീ മന്ത്സ് യൂസ് ചെയ്യാം, എത്ര മാസങ്ങൾക്ക് ശേഷം അടുത്ത ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എത്ര ദിവസങ്ങൾക്ക് ശേഷം അടുത്ത ബാച്ച് ഓഫ് 3,600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. സോ നമ്പർ ഓഫ് മന്ത്സ് ഓർ ഡേയ്സ് ഇൻ ഇയർ. മന്ത്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 12 യൂസ് ചെയ്യുക. ഡേയ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം 365 ദിവസങ്ങൾ. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാച്ചസ് ഡ്യൂറിങ് ദി ഇയർ. ഇപ്പോൾ എത്ര ബാച്ച്, നമ്പർ ഓഫ് ബാച്ചസ് ഈ പോയിന്റിൽ കിട്ടും നമുക്ക്. ഞാൻ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 6 ബാച്ചസ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 365 ഡിവൈഡഡ് ബൈ 6. ദെൻ യു വിൽ ഗെറ്റ് ഹൗ മെനി ഡേയ്സ്. ഫോർ എക്സാമ്പിൾ വി ഗോട്ട് 50 ഡേയ്സ്. 50 ദിവസമാണെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? ആദ്യത്തെ 3600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് കഴിഞ്ഞ് 50 ദിവസങ്ങൾക്ക് ശേഷം അടുത്ത 3600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നീട് 50 ദിവസങ്ങൾക്ക് ശേഷം അടുത്ത 3600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ പോവുക. 24,000 യൂണിറ്റ് കംപ്ലീറ്റ് ആകുമ്പം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അതിൽ കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എ ബി ക്യു കണ്ടുപിടിക്കുക, പിന്നീട് അതുപോലെ എത്ര ബാച്ചസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുക, പിന്നീട് ഈ ബാച്ചസ് ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ടൈം ഗ്യാപ്പും കണ്ടെത്തുക. അതിന് വേണ്ടിയുള്ള ഫോർമുലാസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചുള്ള ഫിഗേഴ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. A Limited is committed to supply 24,000 3-inch nuts per annum to B Limited on a steady basis. It is estimated that it cost 10 paise as inventory holding cost per nut per month, and the setting up cost per run of nuts manufactured is 324 rupees. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഈ കമ്പനിക്ക് എ ലിമിറ്റഡ് എന്നാണ് മാനുഫാക്ചറിങ് കമ്പനി. അവർ 24,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നട്ട്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഓരോന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നട്ട്സ്. അപ്പം നട്ട്സ് സ്ക്രൂ നട്ട് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് 3 ഇഞ്ച് സൈസുള്ള നട്ട്സാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. 24,000 യൂണിറ്റ്സാണ് ഇവരുടെ ഇയർലി ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 24,000 ഒരുമിച്ചായിരിക്കണമെന്നില്ല മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഇ ബി ക്യു അറ്റ് എ ടൈം എത്ര യൂണിറ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കരുതി വെക്കണം എന്ന് കണ്ടുപിടിക്കണം. പിന്നീട് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇൻവെൻട്രി കോസ്റ്റ് മീൻസ് ക്യാരിയിങ് കോസ്റ്റ് എത്രയാണ്? 10 പൈസയാണ്. 10 പൈസ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 10 ഡിവൈഡഡ് ബൈ 100 ചെയ്യും. അതായത് 0.10 റുപ്പി ആവും. ഓക്കെ, അത് ഒരു യൂണിറ്റിന് ഒരു മാസത്തേക്കെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു മാസത്തെ അല്ല വേണ്ടത്, പെർ യൂണിറ്റ് പെർ ആനം ആണ് വേണ്ടത്. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് വി നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 12 months. ദെൻ വി വിൽ ഗെറ്റ് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. പിന്നീട് സെറ്റിംഗ് അപ്പ് കോസ്റ്റ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഒരു ബാച്ചിന് എത്രയാണ് പെർ ബാച്ച്? സെറ്റിംഗ് അപ്പ് കോസ്റ്റ് ഇസ് rupees 324. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. വാട്ട് ഷുഡ് ബി ദ ഒപ്റ്റിമം റൺ സൈസ് ഓഫ് നട്ട്സ് മാനുഫാക്ചേർഡ്? റൺ സൈസ് ഓഫ് നട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദി ഇ ബി ക്യു. ഹൗ മച്ച് ഇസ് ദി ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ഒരു റണ്ണിൽ? അതായത് പ്രൊഡക്ഷൻ റൺ എന്ന് പറയുന്നത് ആ എല്ലാ പ്രോസസ്സിനെയും കൂടെ, പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും കൂടെയാണ് പ്രൊഡക്ഷൻ റൺ എന്ന് പറയുന്നത്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം ഒരു ബാച്ചിൽ? ദാറ്റ് ഇസ് ഇ ബി ക്യു.
പിന്നീട് അടുത്തത് വാട്ട് വുഡ് ബി ദ ഇൻ്റർവൽ ബിറ്റ്വീൻ 2 ഒപ്റ്റിമം റൺസ്, അതായത് ഒരു ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ടൈം ഗ്യാപ്പ് എത്രയാണ്. ഇത് രണ്ടുമാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സോൾവ് ഇ ബി ക്യു എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എത്രയാണെന്ന് കണ്ടെത്താം. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയുടെ ഫോമുല എന്താണ്? റൂട്ട് ഓഫ് 2AS ഡിവൈഡഡ് ബൈ C, അതാണ് ഫോമുല. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്താണ്? എ മീൻസ് ആനുവൽ ഡിമാൻഡ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ആനുവൽ ഡിമാൻഡ് ഫോർ ദ നട്ട് ഇസ് 24,000 യൂണിറ്റ്സ്. സോ 2 times 24,000. പിന്നീട് എസ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റിംഗ് അപ്പ് കോസ്റ്റ് പെർ ബാച്ച്, അതും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 324. സോ ന്യൂമറേറ്റർ ഇസ് 2 times 24,000 times 324. ഇനി ഡിനോമിനേറ്ററിൽ എന്താ എഴുതേണ്ടത്? സി മീൻസ് ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ക്യാരിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 10 പൈസയെന്ന്. 10 പൈസയെ നമ്മൾ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 10 divided by 100, then we will get 0.10. ഇവിടെ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ക്യാരിങ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 0.10. 10 പൈസ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 0.10. ഇത് പെർ മന്ത് അല്ലയോ? ഒരു മാസത്തേക്കുള്ള ക്യാരിങ് കോസ്റ്റാണ്. നമ്മളത് ഒരു വർഷത്തേക്കാക്കണം, പെർ ആനം ആക്കണം. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് 12 months. Then we will get the carrying cost as 1.20 per unit per annum. നമ്മുടെ ഡിനോമിനേറ്ററും കിട്ടി. ക്യാരിങ് കോസ്റ്റ് എത്രയാണ്? 1.120 per annum കിട്ടി. ഓക്കെ, സോൾവ് ചെയ്തെടുത്തപ്പം മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ വി നീഡ് ടു പ്രൊഡ്യൂസ് ഓൺലി 3,600 nuts ഇൻ എ ബാച്ച്. അതായത് ഒരു ബാച്ചിൽ നമ്മൾ എത്ര നട്ട്സേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ? 3,600 nutsേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഓൺലി വി വിൽ ബി ഏബിൾ ടു ഒപ്റ്റിമൈസ് ഓർ മിനിമൈസ് അവർ ക്യാരിങ് കോസ്റ്റ് ആൻഡ് സെറ്റിംഗ് അപ്പ് കോസ്റ്റ്. അല്ലാതെ 24,000 യൂണിറ്റും കൂടെ ഒരുമിച്ചെടുത്ത് മാനുഫാക്ചർ ചെയ്യല്ല, അല്ലെങ്കിൽ 10,000 യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നമ്പേഴ്സ് മാനുഫാക്ചർ ചെയ്യില്ല. നമ്മൾ എത്ര മാനുഫാക്ചർ ചെയ്യാവുള്ളൂ? ഇഫ് യു വോണ്ട് ടു മിനിമൈസ് അവർ കോസ്റ്റ് ഓർ ഇഫ് യു വോണ്ട് ടു റെഡ്യൂസ് ദ കോസ്റ്റ് വി നീഡ് ടു പ്രൊഡ്യൂസ് ഓൺലി 3,600 യൂണിറ്റ്സിനെ ബാച്ച്. ഒരു ബാച്ചിൽ 3,600 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ വി ഗോട്ട് ദി EBQ ഫിഗർ. ഇനി അതാണ് ഒപ്റ്റിമം റൺ സൈസ് എന്ന് പറയുന്നത്. പിന്നീട് എത്ര റൺസ് എങ്കിലേ ടൈം ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എത്ര ബാച്ചസ് ഇതുപോലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം 3,600 യൂണിറ്റ്സ് മാത്രം പോരല്ലോ. ബിക്കോസ് അവർ ആനുവൽ ഡിമാൻഡ് ഇസ് 24,000 യൂണിറ്റ്സ്. ഇനിയും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഓരോ 3,600 കഴിഞ്ഞ് അതുപോലെ എത്ര ബാച്ചസാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് റൺസ് ഇൻ എ ഇയർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ബാച്ചസ് ടു ബി ഡൺ ഡ്യൂറിങ് ദി ഇയർ എങ്ങനെയാണ്? ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EBQ. ആനുവൽ ഡിമാൻഡ് തന്നിട്ടുണ്ടല്ലോ. എത്ര നട്ട്സാണ് ആനുവൽ ഡിമാൻഡ്? 24,000 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ EBQ. വി ഹാവ് കാൽക്കുലേറ്റഡ് ഇറ്റ് ആസ് 3,600. 24,000 ഡിവൈഡഡ് ബൈ 3,600. ഇപ്പോൾ നമുക്കൊരു ഫ്രാക്ഷനിലാണ് കിട്ടുന്നത്, ഹോൾ നമ്പറല്ല കിട്ടുന്നത്. ഇറ്റ് ഇസ് 6 and 1/3 റൺസ് ഇൻ എ ഇയർ. അതായത് 6 റൺസും, അതായത് 6 ബാച്ചസ്, പിന്നീട് ഒരു 2/3 കൂടെ വേണ്ടി വരും. ഇത്രയും ബാച്ചസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. എങ്കിലേ നമുക്ക് എവിടെ റീച്ച് ചെയ്യാൻ പറ്റും? 24,000 യൂണിറ്റ്സിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ആദ്യം 3,600, പിന്നീട് 3,600, പിന്നീട് അതുപോലെ 6 പ്രാവശ്യവും, പിന്നെ ഒരു 2/3 കൂടെ വേണ്ടി വരും. ഇനി ഓരോ ബാച്ചും തമ്മിലുള്ള ടൈം ഇൻ്റർവൽ എത്രയാണെന്ന്. ആദ്യത്തെ 3,600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് അടുത്ത 3,600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് റൺസിനെ ഇയർ എന്ത് ചെയ്താൽ മതി? only number of months divided by number of batches, അല്ലെങ്കിൽ number of days in a year divided by number of batches. only number of months divided by number of batches, അല്ലാന്നുണ്ടെങ്കിൽ number of days divided by number of batches. നമുക്ക് number of days യൂസ് ചെയ്യാം. number of days എന്ന് പറയുന്നത് എത്രയാണ്? 365 days divided by number of batches. എത്ര batches ആണ് കിട്ടിയത് നമുക്ക്? 6 and 2/3 batches. So interval between consecutive optimum run is equal to 365. The number of days in a year divided by number of batches, 6 and 2/3. That's equal to 55 days. അതായത് ആദ്യത്തെ 3,600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം 55 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അടുത്ത 3,600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വീണ്ടും 55 ഡേയ്സിന് ശേഷമാണ് അടുത്ത 3,600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ 6 പ്രാവശ്യം ഈ 3,600 പിന്നീട് 2/3 കൂടെ വരും. നമ്മളോട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ തന്നെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ EBQ.